കണ്ടോ ഇവിടെ ഒലിച്ചെത്തുമ്പോൾ ഇന്ന് തന്നെ കണ്ടിരിക്കാൻ വേണ്ടി കണ്ടോ. പിന്നുള്ളത് ഡാസ്ലർ സൗണ്ട് തന്നെയില്ല. ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ വെറുതെ ചടപ്പ്. ഫോൺ നോക്കി എനിക്കിടാൻ അറിയില്ല ഒന്നും. ശ്രമിക്കാം, അങ്ങനെയല്ലേ പഠിക്കുന്നത്. ബ്രാൻഡായിട്ടുള്ള പ്രോഡക്ട്സും തീരെയില്ല. പ്രാരബ്ധം പറയില്ല, ആക്ച്വലി ദാറ്റ്സ് ട്രൂ. അതുകൊണ്ട് ക്യാഗി ഉള്ളത് ഒരു ലിപ്സ്റ്റിക്ക് ഇതുണ്ടോ, കണ്ടോ. ദിസ് ഈസ് മൈ പൗച്ച്. അത് ജിബ് പൊട്ടിയപ്പം ഞാൻ എൻ്റെ സാമഗ്രികളൊക്കെ ഇടാൻ തുടങ്ങി. മനസ്സിലാവുന്നറിയില്ല, ഞാൻ എൻ്റെ ഭാഷയിലൊരുന്ന് പറയാണ്. ഞാനാണ് ഇതുമുണ്ട് ഐലൈനർ. നമുക്കിതൊക്കെ മതി, ധാരാളം. ഉള്ളത് വെച്ച് അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്ത് പോവാം. പോയി നമ്മളൊരു സ്ഥലത്തേക്ക് മേക്കപ്പ് ചെയ്ത് പോവാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അവിടുത്തെ ചോദിക്കൂല ലിപ്സ്റ്റിക്കിന് എത്ര റേറ്റാണ്, എത്ര ഇതാണ്. അത് ലിപ്സ്റ്റിക് വയ്ക്കാൻ മതിയാവും. പിന്നെ ബാക്കി ഇടുന്ന ഫൗണ്ടേഷൻസ് സംഗതികളൊക്കെ അത് ചോദിക്കണമെന്നൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല, ഇങ്ങോട്ട് വരാൻ ഞാൻ ചോദിച്ചു നമുക്ക് കഴിഞ്ഞിക്കണം. സൺസ്ക്രീം എന്ന് പറയുമ്പോൾ എല്ലാവരും 3 ഫിംഗർ, എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഉണ്ടോ 4 ഫിംഗർ എന്നൊക്കെ പറഞ്ഞിടും. എനിക്കിത് മതി. കഴിഞ്ഞാണ് ഒന്ന് പുതിയതുണ്ട് താഴത്ത് മമ്മീൻ്റെ ലോക്കറിൽ. ഓഫ് മൈ ഗോഡ്, മതി. നമ്മൾ മേക്കപ്പും ഡ്രസ്സൊക്കെ ചെയ്ത് പോകുമ്പോൾ നമ്മൾ തോന്നിക്കണം, ഓ മൈ ഗോഡ് ബട്ട് എ ബ്യൂട്ടിഫുൾ. മാത്രമല്ല ഇട്ട ഡ്രസ്സ്, ഇട്ട് പോണ ഡ്രസ്സ് അതൊക്കെ ഞാൻ അങ്ങ് തരലാണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇട്ട് പോണ ഡ്രസ്സൊക്കെ അങ്ങനെ തോന്നിക്കണം, നല്ല പൈസ ഉണ്ട്, തോന്നുന്നുണ്ട്, നല്ല രസമുണ്ട്, അതൊക്കെ എവറിത്തിങ് അങ്ങനെയാണ് ഞാൻ. അതുകൊണ്ട് എന്താണ് ഞാൻ അങ്ങനെയെന്ന് ചോദിച്ചാൽ പറയാൻ അറിയില്ല. സൺസ്ക്രീം അപ്ലൈ ചെയ്തു. ഞാനൊരു പൗഡർ ഉണ്ടായിരുന്നു, പിന്നെ ഫൗണ്ടേഷൻ, കൺസീലർ, അത്ര തരം സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് കുറേ കാണുന്ന ആൾക്കാർക്ക് പ്രശ്നമാണ് എൻ്റെ കുരു. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് കുരു ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ഇങ്ങനെ ഇഷ്ടമാണ്. ഇത് കാണാൻ രസമുണ്ട്. പക്ഷെ വലുത് വരുമ്പോൾ അതെങ്ങനെയെങ്കിലും മാറ്റാനുള്ള പ്രക്രിയകളിലായിരിക്കും. ഓക്കെ, പൗഡറുണ്ട് ആ റൂമിലാണ്. സൺസ്ക്രീം എടുക്കാൻ വേണ്ടി മടിച്ചു ഞാൻ താഴ്ത്ത് പോവാൻ. ഇത് മടിക്കാൻ പാടില്ല, പിന്നെ ഞാൻ പൗഡർ ഇടാനും പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പൗഡർ ഇടാൻ ഇങ്ങനെ പോവും കൈസ് പറയും, ഇങ്ങനെ പോവും. അടുത്തപ്പോൾ മസ്കാരയും കിട്ടി. ദിസ് ഈസ് നോട്ട് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് വില കുറഞ്ഞത് വാങ്ങിയതാണ്. ഒരു മയ മതി, എന്തായാലും കൂടി ഇവിടെ ഒലിച്ചെത്തും. ഇവിടെത്തും ഒന്ന് നോക്കട്ടെയാണ്. ഇല്ല, ഇതാണ് പൗഡർ, സാധാ പൗഡർ. അതെന്ത് ചെയ്യുന്നു, കലങ്ങളെ യൂസ് ചെയ്ത് തരുന്ന ഒരു സ്പോഞ്ചാണ്. ഇതിനിടയിൽ കുറേ സ്പോഞ്ചൊക്കെ ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കും. പ്രാതത്തിൻ്റെ മരി ഉണ്ടാവും, ഞാനിങ്ങനെയാണ് ഇതിൽ. അതുകൊണ്ടിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ ദിസ് മിററിന് കുറേ പിന്നെ തന്നെ കണ്ടിരിക്കാൻ പറ്റും. കണ്ടു ഞാൻ കുഞ്ഞു മൈൻഡാണ് ഞാൻ, കുഞ്ഞു മൈൻഡ് ഇരിക്കാൻ തന്നെ കഴിയും. പൗഡർ പോരാ, കുറച്ചുകൂടി വേണം. ഇവിടേക്ക് ഇടാം. എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈസ് ബ്രൗൺ എന്നൊക്കെ പറയും പൗഡർ. ലക്കമ്മ ഒരൊളിച്ചെന്നല്ലേ. പൊട്ടി ദിസ് ഈസ് നോട്ട് പൊട്ടി. ഞാൻ ആകെ ഇടുന്നത് സൺസ്ക്രീൻ കൊണ്ട് പൗഡറും.
ഇതിന് നിങ്ങൾ പൊട്ടിയെന്ന് പറഞ്ഞാൽ പൊട്ടും. എന്ത് പൊട്ടും? ഹൃദയം. ഈ മൂക്ക് കുത്തിലാകെ ഇതാണ്. ഇതൊക്കെ ഉണ്ടാ ടൂനിൻ്റെ രോമൻ്റെ കണ്ണുമ്മൽ ഒക്കെ ആകെ മൂക്ക് കുത്തിയിൽ വിഷമം. മര്യാദയ്ക്ക് മുഖം കഴുകാൻ കഴിയും ഫസ്റ്റ് ഉണങ്ങിയത്. അതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യം മുഖം കഴുകാൻ തന്നെ കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഭയങ്കര വിഷമം. ആരോട് പറയുന്നു? ആരോട് കാണിക്കുന്നില്ല സങ്കടം? ഇവിടെയൊക്കെ ഭയങ്കര ഞാൻ എൻ്റെ സ്റ്റോറിയിലിടും ആസ്ക് മീ എനിത്തിങ്, എന്തെങ്കിലും ചോദിച്ചോളി എന്നൊക്കെ പറഞ്ഞിടുമ്പോഴത്തേക്കും എവരി വൺ റിപ്ലൈ മീ ലവ് സ്റ്റോറി പറയാമോ, ലവ് സ്റ്റോറി പറയാമോ. ഇവിടുത്തെ ലവ് സ്റ്റോറി ഞാൻ പറയേണ്ടതും അതും കൂടി നിങ്ങൾ പറഞ്ഞാൽ ഞാനത് പറയാമായിരുന്നു. ഓക്കെ ഓക്കെ. മൂക്ക് കണ്ടു. ചക്ക മൂക്കാണ് എൻ്റെത്. ലാസ്റ്റിലാണ് ഞാൻ ഇത് ചെയ്യൽ. അപ്പോൾ ഭയങ്കര സ്ലോ ആണ്. ആൻഡ് ദെൻ ഇത് കൊണ്ട് സാധാ എൻ്റെ വീട്ടിനടുത്തുള്ളൊരു പീടിയിൽ നിന്ന് വാങ്ങിയതാണ്. സാധാ ഒരു ലിപ്സ്റ്റിക്ക് ചുണ്ടുമലേക്ക് ഇടാൻ വാങ്ങിയതാണ് സത്യം പറഞ്ഞാൽ. ഇട്ട് കുടുങ്ങിയിട്ട് ടെസ്റ്ററും കാര്യങ്ങളും ഉണ്ടോ. ഇതൊരു മനുഷ്യൻ കളർ മാറ്റി ഞാനൊക്കെ ഇട്ടുണ്ടെങ്കിൽ ചുണ്ടുണ്ടോയെന്ന് വേറെ എന്താ എവിടെയെങ്കിലും നോക്കേണ്ടി വരും. അപ്പം നമ്മൾ കണ്ണുമേലേക്ക് എടുക്കും. കണ്ടോ നീലക്കാം ഇതിൽ നോക്കിയിട്ട് അപ്പോൾ കൂടിയാലേ അതിൽ നോക്കിയിട്ട് ചിലപ്പോൾ കണ്ണമ്മൽ കൂടി നിൽക്കുന്നുണ്ടാവും. ആരറിയാനാണ് അതൊക്കെ? അതില്ലേ ഓവറായിപ്പോൾ പനി പിടിച്ച ആൾക്കാർ മഴ ഉണ്ടാക്കുന്നത് കാണാൻ. അപ്പോൾ എന്ത് ചെയ്യാം? കാണാൻ നിങ്ങൾക്ക് ഇവിടെ എന്താ കണ്ണമ്മ കാട്ടണമെന്നുള്ളൊരു പേടി ഉണ്ടാവും. കണ്ണ് വേന എടുക്കില്ലേ എന്നൊക്കെ. ബട്ട് ആക്കണം എനിക്കൊരു വേനയില്ല. അതിൻ്റെ ശേഷം ആ സ്പോഞ്ചിനെ വെച്ചിട്ട് ഒന്നും കൂടി സെറ്റ് ചെയ്തെടുക്കും. അപ്പോൾ അതൊന്നും കൂടി കുറഞ്ഞതിൻ്റെ ഉള്ളിൽ പോകും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ചിന്ത. അങ്ങനെ തന്നെ ആണ് നടന്നുകൊണ്ടിരിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇനി വേണ്ടത് കച്ചൽ, സാധാ കച്ചൽ. അത് വെച്ചെന്ന് ഐബ്രോസ് തീരല്ലേ കണ്ടോ നിങ്ങൾ? എന്തോ അതിൽ നോക്കി ഇടാൻ നിന്നാൽ ഞാനായിരിക്കില്ല ഉണ്ടാവുക. അപ്പം ഓക്കെ ഓക്കെ. എന്നിട്ട് അത് ഫിൽ ചെയ്യണത് നിങ്ങൾ കണ്ടാൽ ഞെട്ടും. എന്താ അവിടെ ഞാൻ വെച്ചത് ഞാൻ എടുത്തൊന്നും പരിചയമില്ലല്ലോ. എല്ലാവരും പരിചയം ആയി വരൽ ചെയ്ത് കണ്ടു. ദിസ് ഈസ് തീർന്നു പോയ ഐലൈനർ, തീർന്നു പോയത്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യും? വരച്ചില്ലേ, അത് ഞാൻ ഫിൽ ചെയ്തെടുക്കും. ഇതാണ് മൈ എവറിത്തിങ് ഡൂയിങ് മൈ മേക്കപ്പ്. അപ്പോൾ കുറച്ചായില്ല, എനിക്ക് കുറച്ച് മതി. കൂടുതലായ കാണാൻ രസമുണ്ട്. ഇനി വേണ്ടത് ബ്ലഷിന് യൂസ് ചെയ്യണത് ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. വാങ്ങാൻ പൈസ ഇല്ലായിട്ടാണ്, പാവം കുട്ടിയാണ്, പ്രാരാബ്ധമാണ്, അങ്ങനെ നിങ്ങൾ പറയരുത്. സത്യത്തിൽ എനിക്കങ്ങനെയൊക്കെ മതി. ഓവറാക്കണത് എന്തിനാണ്? മൂക്കിൻ്റെ വടി കുറച്ച് ചോപ്പ് നിൽക്കട്ടെ. കണ്ണാടിയെല്ലാം നോക്കിയാൽ കേട്ടോ. കുഴപ്പമില്ല. എന്നാലും വരെ അടിച്ചിട്ട മഴയുണ്ട് കാണാൻ. ഞാൻ സെറ്റ് കൊടുക്കും, എടുത്തിരിക്കും. ഓക്കെ, ഞാനിത് മാത്രമല്ല ഇടുക. അതിൽ ഞാൻ പറഞ്ഞുതരാം. വാസ്ലീനിൽ ലിപ്സ്റ്റിക് തന്നെ തുറന്നു പോയി. അപ്പോൾ അത് പൊട്ടി. അപ്പോൾ എന്ത് വാസ്ലീനിൽ ഒരു ഭാഗത്ത് ഞാനതാക്കി, മറ്റേത് വാസ്ലീനാണെന്ന് തോന്നുകയാണെങ്കിൽ അത് വേണം. അതുകൊണ്ട് എന്നിട്ട് ഈ ആ സ്പോഞ്ചിനോണ്ട് തന്നെ ഭയങ്കര റെഡിഷായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കും. അപ്പം അതൊക്കെ. ആൻഡ് ദെൻ വേറെ ലിപ്സ്റ്റിക് ഉണ്ട്. വിളിച്ചേ അമ്മ കുറച്ചു നേരം കയ്യും പറഞ്ഞേ. ഞാൻ അപ്പം വരാം. ചോറുന്നാനി ഞാൻ മാറ്റാണ്.
അപ്പോൾ ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കും, എന്നാലും എനിക്കൊരു സമാധാനമാകും. ഇനി വേണ്ടിയ ഇത് വെച്ച് ഇതിൽ നോക്കി എല്ലാം നമുക്ക് കുറച്ചൊക്കെ ഇതിൽ നോക്കിയിടാം. ഇതങ്ങനെ കഴിയില്ല. അങ്ങനെ ഒരു കണ്ണ് എഴുതി കഴിഞ്ഞു. രണ്ടും ഒരേ മാതിരിയായി കിട്ടാനുള്ള പാട്. റിലേറ്റബിൾ ഗേൾസ് ഇത് വരുന്നില്ലല്ലോ. മാതിരി ഇല്ലെങ്കിലും ഇനി ഇതാക്കാൻ നിന്നാൽ വേറെ ആണെന്നുണ്ടാവും. ദെൻ മസ്കാര. എന്താണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറ്റിക്കപ്പെട്ടു. എനിക്കറിയാം അല്ലാന്ന്, അത് ഞാൻ പറഞ്ഞു, ഞാൻ പറ്റിക്കപ്പെട്ടു. മസ്കാര പൊട്ട് മൈക്രീം കൊട്ടുക കരിക്കുന്നുണ്ട്. പിന്നെ വെറുതെ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലോങ് വീഡിയോ ഞാനും ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നതായിരുന്നു. അതിനെ കാണാൻ കുറച്ച് വ്യൂസ് ഉണ്ട്. അവർക്കൊക്കെ ലൈക്ക് ഇട്ടാൽ എന്താ ലൈക്ക് ഇട്ടാൽ എന്താ മായറ്റ വേദ എല്ലാം അവിടെ സ്റ്റോപ്പ്. എല്ലാം ലിപ് ലൈനർ ആയിരുന്നു, അതവിടെ കാണുന്നില്ല. ബ്രോക്ക് മൈ ഹാർട്ട്. ഞാൻ ലിപ് ലൈനറും നമുക്ക് ലിപ് ലൈനർ പോയി എടുത്തിട്ട് വരാം. ഓക്കെ, ലിപ്സ്റ്റിക് ഇടണമെങ്കിൽ കണ്ണാടി നോക്കാണ്ട് ഇടാമെന്ന് വിചാരിച്ചതായിരുന്നു, ബട്ട് കയ്യില്ല. എന്നാൽ നമ്മൾ ഇതിൽ നോക്കിയിട്ട് തന്നെ ഇടാം. ഈ കുഞ്ഞി ലിപ്പായതുകൊണ്ട് ഉള്ളൊരു ഉപകാരം, ലിപ്സ്റ്റിക് ഒന്നും വേഗം തീരില്ല. ഇനി വേണ്ടത് ഒരു ലിപ്സ്റ്റിക്. ദിസ് ഈസ് മൈ മദർ ലിപ്സ്റ്റിക്. അത് ഞാനിങ്ങോട്ട് ചാണ്ടി. ഇത് ഷെയ്ഡ് വന്നിട്ട് നേരത്തെ മാതിരി തന്നെയാണ്, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. എല്ലാം ഇട്ടതിന് ശേഷം ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ കിട്ടുന്ന ആ ഒരു ലുക്ക്. പിന്നുള്ളത് ഡാസ്ലറിൻ്റെ ഞാൻ ഡാസ്ലറിൻ്റെ ഇത് വരും, ബട്ട് എന്താ അറിയില്ല, എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആവി പുറത്തെടുത്തിട്ടാണ്. ആവിയാണ് എന്താണ് ഞാൻ എന്താ തുളവെന്ന് കിടക്കുന്നത്. അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീയിൽ ഗെറ്റ് റെഡി കഴിഞ്ഞു, വിത്ത് മീയും ആയി. ഇനി നമുക്ക് ദാറ്റ്സ് ഇറ്റ്. നമ്മളെ ഹെയർ ഒന്ന് അയച്ചിടാം. അതിനോ കുഴപ്പമില്ലാത്ത ലുക്സ് കിട്ടിയിട്ടുണ്ട്. നോക്കൂ, എനിക്കറിയില്ല അതിന് മസ്കാര പൊട്ട് മൈക്രീം. ഇത് മറന്നുപോയി. ദിസ് ഇസ് വാസ്ലൈൻ. ഇത് ഞാൻ എൻ്റെ ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യും, ഒരു ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രം. ഇതാ, ദിസ് ഇസ് മൈ ഹൈലൈറ്റർ. Get ready with me ഫിനിഷായി. ദിസ് ഇസ് മൈ ലുക്ക്. ഇത് കുറച്ച് പ്രൊഡക്ട്സ്, അതും തീരെ പൈസ ഇല്ലാത്ത കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ടും എൻ്റെതായ രീതിയിൽ ഞാൻ മാറ്റുന്ന ഒരു ക്രിയേറ്റിവിറ്റിയാണ്. എനിക്ക് ഇഷ്ടമായില്ലെന്ന് എനിക്കറിയില്ല, എന്നാലും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എന്നാലും പുറത്ത് പോകേണ്ടത്. ദിസ് ഇസ് നോട്ട് മൈ ഔട്ട്ഫിറ്റ്. മാറ്റിയിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിട്ട് പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതിൻ്റെ കൈ തുറക്കണം. ആൻഡ് ഐ എം വിയറിങ് അണ്ടറിൽ മൈ ട്രൗസറാണ്, അപ്പം ഇതും ഇട്ട് പോകാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് ഇത് രണ്ടും ഞാൻ ഇടുന്നില്ല. ഞാൻ സാധാ ഒരു ബനിയൻ അവിടെ ഉണ്ട്. ഈ ഒരു വൈറ്റ് മറിഞ്ഞാണ് കിടക്കുന്നത്.
സാധാരണ ഇട്ടിട്ടിട്ടിട്ട് ഞാൻ മുതലാക്കിയ ഒരു വൈറ്റ് ടീഷർട്ട്. എന്നാലും എനിക്കിഷ്ടം ഈ ബ്ലൂ കളറായിരുന്നു. പക്ഷേ ഇത് ഇട്ട് പോവാൻ സമ്മതിക്കില്ല. സ്റ്റാൻഡേർഡിൽ ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിക്കും. ബട്ട് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഐ ആം എക്സ്ട്രോവേർട്ട്. സോ ദിസ് ഈസ് മൈ കൈൻഡ് ഓഫ്. ഇത് അപ്ലോഡ് ചെയ്യാത്ത എത്ര വീഡിയോസ് എൻ്റെ ഫീഡിൽ ഉണ്ടെന്ന് എനിക്ക് മാത്രം അറിയാം. ദിസ് ഈസ് വോൾഫ് കട്ട് ഇട്ടു. വോൾഫ് കട്ട് ഓക്കെ. വെട്ടി വന്നപ്പോൾ ഐ റിയലി ലൈക്ക് ഇറ്റ് മൈ ഹെയർ. ഓക്കെ. ഇവിടെ ഒരു ഭൂകമ്പമായിരുന്നു ഞാൻ മുടി വെട്ടി വന്നപ്പോൾ. കാരണം മൈ മോംസ് ലൈക്ക് ലോങ് ഹെയർ. ഐ ഡോണ്ട് ലൈക്ക് ലോങ് ഹെയർ. ഞാൻ എൻ്റെ ഇഷ്ടം നടത്തിയെടുത്തു. ഈസ് നോട്ട് ലൈക്ക്. അതുകൊണ്ട് എന്തായി, കുറച്ച് ഡേയ്സ് തെറ്റി നിന്നു, കുറച്ച് ഡേയ്സ് മുണ്ടാണ്ട് നിന്നു, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതും ഈ ഒരു ഹെയർ കട്ടിൻ്റെ പേരിൽ. സൈക്കന്നെ ചെയ്തു പോയില്ലേ. അപ്പോൾ ഇതാണ് മൈ ഡ്രസ്. അപ്പോൾ നമുക്ക് മാറ്റാം.